അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലയോ പ്രിയപ്പെട്ടവരെ, ഖസസുൽ അംബിയ അതായത് പ്രവാചക ചരിത്രങ്ങൾ എന്ന് പേരിട്ടിരിക്കുന്ന ഈ ചാനലിലൂടെ അള്ളാഹു മനുഷ്യരാശിയുടെ ഹിദായത്തിന് വേണ്ടി നിയോഗിച്ച മുഴുവൻ നബിമാരുടെയും അവരുടെ ചരിത്രങ്ങൾ ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് കേൾക്കുവാനും നല്ല രീതിയിൽ മനസ്സിലാക്കുവാനും നബിമാരോട് നല്ല രീതിയിൽ സ്നേഹബന്ധം പുലർത്തുവാനും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആദ്യമായി നബിമാരെ പറ്റിയും മുർസലീങ്ങളെ പറ്റിയുമുള്ള ഒരു ചെറിയ വിവരണമാണ് നൽകുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ജനങ്ങളെ സന്മാർഗത്തിലാക്കുന്നതിനായി 1.25 ലക്ഷത്തോളം പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. അവരിൽ വളരെ പ്രധാനപ്പെട്ട ഏതാനും പ്രവാചകന്മാരുടെ ചരിത്രം മാത്രമേ നമുക്ക് ലഭിച്ചിട്ടുള്ളൂ. അധിക പ്രവാചകന്മാരുടെയും പേര് വിവരം പോലും ലഭ്യമല്ല. 25 പ്രധാന അംബിയ മുർസലീങ്ങളുടെ ചരിത്രം വിശുദ്ധ ഖുർആൻ വിവരിക്കുന്നുണ്ട്. നബിവചനത്തിലും ഏതാനും പ്രവാചകന്മാരെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഖുർആൻ വിവരിച്ച 25 അംബിയ മുർസലുകളുടെയും ഹദീസുകളിലും ചരിത്ര ഗ്രന്ഥങ്ങളിലും സൂചന നൽകപ്പെട്ട ഏതാനും പ്രവാചകന്മാരുടെ ചരിത്രമാണ് വിശദീകരിക്കുന്നത്. ഖുർആൻ വിവരിച്ച 25 പ്രവാചകന്മാരിൽ ആദം നബി മുതൽ ഈസാ നബി വരെയുള്ള 24 പേരുടെ ചരിത്രം വിശദമായും മറ്റ് ഏതാനും പേരുടെ ചരിത്രം സൂചനയായും പ്രതിപാദിക്കുന്നുണ്ട്. 25 പേരുടെ ചരിത്രം ഖുർആൻ പേരെടുത്ത് പറഞ്ഞതാണ്. മറ്റുള്ള പ്രവാചകന്മാരുടെ പേര് പറയാതെ സൂചന നൽകിക്കൊണ്ട് വിവരിക്കുന്നുണ്ട്. അംബിയ എന്നാൽ പ്രവാചകന്മാർ എന്നാണ് അർത്ഥം. ഇത് ബഹുവചനമാണ്. ഏകവചനം നബി എന്ന വാക്കാണ്. നബി എന്നാൽ മതനിയമം കൊണ്ട് അഥവാ ദിവ്യ സന്ദേശം നൽകപ്പെട്ട പുരുഷൻ എന്നാണ് വിവക്ഷ. നബിമാരിൽ മുർസൽ എന്ന മറ്റൊരു വിഭാഗവുമുണ്ട്. അവരുടെ എണ്ണം 313 മുർസലുകളായ നബിമാർ അതല്ലാത്ത നബിമാരെക്കാളും ശ്രേഷ്ഠരാണ്. മതനിയമം കൊണ്ട് ദിവ്യ സന്ദേശം നൽകപ്പെടുകയും അതിനെ പ്രബോധനം നടത്താൻ കൽപ്പിക്കപ്പെട്ടവർക്കാണ് മുർസൽ അല്ലെങ്കിൽ റസൂൽ എന്നെല്ലാം പറയപ്പെടുന്നത്. എല്ലാ മുർസലീങ്ങളും നബിമാരാണ്, എന്നാൽ എല്ലാ നബിമാരും മുർസലീങ്ങളല്ല. മുർസലീങ്ങളിൽ ഗ്രന്ഥം നൽകപ്പെട്ടത് 4 പേരാണ്. ഒന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മൂസാ നബി, ദാവൂദ് നബി, ഈസാ നബി. മുഹമ്മദ് നബിക്ക് നൽകപ്പെട്ട വേദഗ്രന്ഥം ഫുർഖാനുൽ അദീം എന്ന് പറയപ്പെടുന്ന വിശുദ്ധ ഖുർആനും, മൂസാ നബിക്ക് നൽകപ്പെട്ട ഗ്രന്ഥം തൗറാത്തും, ദാവൂദ് നബിയുടെ ഗ്രന്ഥം സബൂറും, ഈസാ നബിക്ക് നൽകപ്പെട്ടത് ഇഞ്ചീലുമാണ്. അന്ത്യപ്രവാചകരുടെ ആഗമനത്തോടെ മറ്റെല്ലാ അംബിയ മുർസലീങ്ങളും പ്രബോധനം നടത്തിയ ശരീഅത്ത് അഥവാ നിയമസംഹിത ദുർബലപ്പെടുകയും വിശുദ്ധ ഖുർആനോടെ മറ്റ് ഗ്രന്ഥങ്ങളുടെ നിയമങ്ങൾ അസ്വീകാര്യമാവുകയും ചെയ്തു. മുർസലീങ്ങളിൽ 5 പേർ ഉലുൽ അസ്മുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. അവർ മറ്റുള്ളവരെക്കാളും ശ്രേഷ്ഠരാണ്. അവർ 1 മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, 2 ഇബ്രാഹിം നബി, 3 മൂസാ നബി, 4 ഈസാ നബി, 5 നൂഹ് അലൈഹിസ്സലാം. ഇവരിൽ വിവരിച്ച ക്രമമനുസരിച്ചാണ് ഇവരുടെ ശ്രേഷ്ഠത. അന്ത്യപ്രവാചകർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠനാണ്. 1ാമത്തെ നബിയും മനുഷ്യപിതാവുമായ ആദം നബി മുതലാണ് ചരിത്ര വിവരണം ആരംഭിക്കുന്നത്. ഓരോ പ്രവാചകൻ്റെയും സംരക്ഷിത ചരിത്രം മാത്രമേ നമുക്ക് നമ്മുടെ മുമ്പിൽ വിവരിക്കപ്പെടുന്നുള്ളൂ. പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ചില പ്രത്യേക നിയമനിർദ്ദേശങ്ങൾ അടങ്ങിയ ഏടുകൾ നൽകപ്പെട്ടവരാണ് ആദം, ഇബ്രാഹിം, മൂസ, ഇദ്രീസ്, ഷീസ് അലൈഹിമുസ്സലാത്തു വസ്സലാം എന്നിവർ. ഇൻഷാ അല്ലാഹ് അടുത്ത ഭാഗം മുതൽ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ചരിത്രം മുതൽ വിവരിച്ചു തുടങ്ങുകയാണ്. ആദം നബി മുതൽ തുടങ്ങി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള 25 നബിമാരുടെയും പൂർണ്ണ ചരിത്ര വിവരണം നിങ്ങൾക്ക് ഈ ചാനലിലൂടെ കേൾക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അതിനുള്ള നല്ല ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.